ഇന്ന് രാത്രികാല കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാനുള്ള ഗുണം ദൈവയുടെയൊക്കെ വലിയ നന്മകൾക്കായി കർത്താവ് നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രികാലം വായിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ പറയുന്നത് 7 ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഇവിടെ നമുക്ക് 7 ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. മുൻപ് നമുക്കറിയാം, നമ്മുടെ പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ കുറേ പേര് മെസ്സേജ് കൊടുത്തു ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്. ആത്മാവിൻ്റെ ഫലങ്ങൾ 9, ആത്മാവിൻ്റെ ഫലങ്ങൾ, ആ 9 ഫലത്തെക്കുറിച്ചും 9 പേര് മെസ്സേജ് കൊടുക്കുവാനിടയായി തീർന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാര, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ 9 ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നാം ദൈവവചനം കേൾക്കുവാനിടയായി തീർന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും കാരണമായിട്ട്. എന്തിനാണ് ആ 9 ആത്മാവിൻ്റെ ഫലങ്ങൾ? അപ്പോൾ മാത്രമാണ് നാം ഒരു ദൈവ പൈതലാണെന്ന് നമ്മെ ലോകം അറിയുകയുള്ളൂ. ഹല്ലേലൂയ. കാരണം നാം ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് സ്നേഹമുണ്ടായിരിക്കണം, സമാധാനമുണ്ടായിരിക്കണം, അവർക്ക് ദീർഘക്ഷമയുണ്ടായിരിക്കണം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് സ്നേഹവും ദീർഘക്ഷമയും ദയയും. ഇതൊന്നുമില്ല. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ ദൈവമക്കളാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് എന്നൊക്കെ പറയുന്നത്. അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എങ്കിലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഗ്രഹിച്ചു എന്ന് എനിക്കറിയില്ല. അതേപോലെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു 7 യഹോവയുടെ ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യെശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, അവന് മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. അപ്പോൾ 7 ആത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മബലത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ആദ്യം ഉള്ളത് യഹോവയുടെ ആത്മാവ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ് യഹോവയുടെ ആത്മാവിനെ നാം പ്രാപിക്കേണ്ടത്? ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് നമുക്ക് എന്തൊക്കെ സഹായം ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കറിയാം, മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ വചനം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമുക്കറിയാം, നമ്മുടെ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നാം തീരുമാനിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ മുൻകുറിച്ച് നാം കൊണ്ടുപോകാറില്ല. പെട്ടെന്നൊരു ചർച്ചിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് 5 മിനിറ്റ് ദൈവവചനം പ്രസംഗിക്കണം. ഇന്ന് ഒരുപാട് പേരെക്കുറിച്ച് നമുക്കറിയാം, നാളെ രാവിലെ അവർ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ഇന്നിരുന്ന് കുത്തിയിരുന്ന് ഒരു പേപ്പറിൽ ഫുള്ള് കുറിച്ച് കൊണ്ടുപോകും. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് അതിങ്ങനെ അത് വായിക്കുകയാണ് അവർ ചെയ്യണത്. അല്ലെങ്കിൽ അതല്ല. ആമേൻ. യഹോവയുടെ ആത്മാവ് അവനിലുണ്ടെങ്കിൽ, ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയണമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രേ. ആമേൻ. നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ യഹോവയുടെ ആത്മാവ് അത്രേ. എന്തിനാണ് നമുക്ക് യഹോവയുടെ ആത്മാവിൻ്റെ അത്യന്തം അപേക്ഷിതം എന്തെന്ന് വെച്ചാൽ, നാം നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ നാം അവിടെ പതറിപ്പോകാതെ അവർക്ക് വേണ്ടുന്നത് പോലെ ഒരു മറുപടി നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മെക്കൊണ്ട് കഴിയുകയില്ല. അല്ലെങ്കിൽ അവിടെ നാം ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ദൈവവചനം അതേപോലെ ദൈവവചനവുമായി എവിടെയെങ്കിലും മെസ്സേജ് കൊടുക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നമ്മൾ കുത്തിക്കുറിക്കേണ്ട ആവശ്യമില്ല. കാരണം ആമേൻ, ദൈവവചനം പറയുന്നു, നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയണം എന്ന് ഞാൻ വിചാരപ്പെടേണ്ട. കാരണം നാം ഒരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നവർ നോക്കുമ്പോൾ നാം ചിന്തിക്കും, അയ്യോ ഇവരൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, ഇവർ ഭയങ്കര വിദ്യാസമ്പന്നന്മാരാണ്, ഇവർ ഭയങ്കര കോടീശ്വരർ, ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ദൈവവചനം പറയും?
ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ, അതിലെന്തെങ്കിലും പാവപ്പിഴകളുണ്ടാവോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഭാരം നമുക്ക് ആവശ്യമേ ഇല്ല. ആമേൻ. കാരണം ദൈവം പറയുന്നു, എങ്ങനെയോ എന്തോ പറയണമെന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നീ ഏത് സ്റ്റേജിലാണ് ദൈവവചനമായി നിൽക്കുന്നുവോ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുവാൻ നീ ആഗ്രഹിക്കുന്നുവോ, അവിടെ എങ്ങനെ പറയണമെന്ന് നീ ചിന്തിക്കേ വേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ ദൈവം നമുക്ക് നൽകും. കാരണം നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഒരു വഴിയാത്രയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒരുപാട് പേര് അവരുണ്ടായിരിക്കാം, ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെടാം. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയെ ദൈവാത്മാവ് നമ്മളടുത്ത് ചിലപ്പോൾ കാണിക്കും. അവർ മാനസികമായി തകർന്നവരായിരിക്കാം, എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ജീവിക്കണത് എന്തെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആമേൻ. അവരോട് ആമേൻ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ നമുക്കൊരു സാഹചര്യം ദൈവം നമുക്ക് അവിടെ ഒരുക്കി തരും. അപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല, ഹല്ലേലൂയ, ഒരു മാനസികമായി തകർന്ന ഒരു മനുഷ്യൻ ഓടി വന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ്, എൻ്റെ അടുത്ത് ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട്, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നാം അപ്പോൾ ഓടിച്ചെന്ന് ദൈവവചനം വായിക്കുകയോ കുത്തിക്കുറിക്കുകയില്ല. അവിടെ നാം ഭയപ്പെടേ വേണ്ട. നാം കർത്താവിനെ ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവിനെ നാം പ്രാപിച്ചിരുന്നാൽ, ആമേൻ, നാം ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പറവാനുള്ളത് ആ നാഴികയിൽ ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യഹോവയുടെ ആത്മാവ് നൽകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് നൽകുന്ന വചനമാണ് നാം മറ്റൊരു വ്യക്തിക്ക് കൊടുത്താൽ ഒരു കാരണവശാലും അവർ ആ ദൈവവചനം വിട്ട് മാറിപ്പോവുകയേ ഇല്ല. ഹല്ലേലൂയ. നമുക്ക് അവർ നേടുവാൻ ഒരു സാഹചര്യം ദൈവത്തോട് ഒരുക്കി തരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയണമെന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ ലഭിക്കും. അത് മാത്രമല്ല, പറയുന്ന നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവത്രേ. അല്ലെങ്കിൽ നമുക്കറിയാം, മോശ വിക്കനായിരുന്നു. ഫറവോൻ ദേശത്ത് മോശ പോകുമ്പോൾ മോശ വിക്കനായിരുന്നു. അവിടെ ആരാണ് സഹായിച്ചത്? യഹോവയുടെ ആത്മാവ് അവിടെ സഹായിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ബൈബിളിലുടനീളം നമുക്കറിയാം, ബിലെയാമിനോട് ഒരു കഴുത സംസാരിച്ചു. ഒരു വ്യക്തി സുവിശേഷം പറയാൻ ബുദ്ധിമുട്ടുകയാണ്, പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ബിലെയാമിനോട് ധൈര്യമായ ഒരു കഴുത സംസാരിക്കുന്നു. അവിടെ കഴുതയല്ല സംസാരിച്ചത്, യഹോവയുടെ ആത്മാവ് സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദ് തെറ്റുകൾ ചെയ്ത് ആമേൻ, ഹല്ലേലൂയ, അവൻ നീതിമാനായി ഇരിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിനെ കാണുവാനിടയിൽ അടുത്തു പോയി. ദാവീദിൻ്റെ അടുക്കൽ ദൈവാത്മാവ് പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു രാജാവിൻ്റെ അടുത്താണ് തൻ്റെ കുറവുകളെ അറിയിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, ആമേൻ, നാഥാൻ കടന്നു പോയത്. അവിടെ നമുക്കറിയാം, നാഥാൻ വളരെ ബുദ്ധിപൂർവ്വം, അത് നാഥാൻ്റെ ബുദ്ധിയല്ല, അവിടെ നാഥാൻ ഉണ്ടായിരുന്നത് ജ്ഞാനമാണ്, അല്ലെങ്കിൽ അവനൊരു വിവേകമുണ്ടായിരുന്നു. ആ വിവേകത്തോടുകൂടി അല്ലെങ്കിൽ ജ്ഞാനത്തോടുകൂടി ദാവീദിനോട് ഒരു തെറ്റിനെ കുറിച്ച് ആമേൻ നാഥാൻ പ്രവാചകൻ പറയുന്നതായി ഒരു ഉദാഹരണ കഥയിലൂടെ ആമേൻ, ഹല്ലേലൂയ, പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ ദാവീദ് ചോദിക്കണം, ആരാണ് അവൻ? ഹല്ലേലൂയ, അവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ, ആമേൻ, അത് വേറെ ആരുമില്ല, നീ തന്നെ. ആമേൻ. അങ്ങനെ ധൈര്യമായി പറയണമെങ്കിൽ അവൻ യഹോവയുടെ ആത്മാവ് വേണം. ആമേൻ. ഇങ്ങനെ ബൈബിൾ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. യഹോവയുടെ ആത്മാവ് ആമേൻ സംസാരിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഈ ആവശ്യം എന്താണ്? യഹോവയുടെ ആത്മാവ് ആവശ്യമാണ്. ദൈവവചനം പറയുന്നു, എന്നാൽ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. എന്തുകൊണ്ട്? നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യഹോവയുടെ ആത്മാവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതം യഹോവയുടെ ആത്മാവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. 7 ബലത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അടുത്തതായി ജ്ഞാനം. ആമേനല്ലേ, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ ഭവനം പണി. സദൃശ്യവാക്യം 14 അധ്യായം 1 വാക്യം പറയുന്നു, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ ഭവനം പണിയുന്നു, ഭോഷത്വമുള്ളവളോ സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. അല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം, രാജ്യത്തിലെ പ്രധാനമന്ത്രി ലേഡീസ് ഉണ്ടായിരുന്നു. അതിൽ കുടുംബങ്ങളിൽ, സഭയിൽ, എവിടെയും അല്ലെങ്കിൽ സ്ത്രീകൾ ജ്ഞാനത്തോടെ ആമേൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നാം എന്ത് പ്രാപിച്ചിരിക്കണം? ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. ഒരു ജ്ഞാനമുള്ള സ്ത്രീക്ക് മാത്രമേ തൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ തൻ്റെ സഭയെ അല്ലെങ്കിൽ തൻ്റെ ഒരു സമൂഹത്തിൽ ആമേൻ അവൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവൾ ആ സ്ഥലം അവൾക്ക് ആമേൻ കെട്ടി ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. ഒരു കുടുംബത്തെ കെട്ടി ഉയർത്തി കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. അത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷേ അത്രയും കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുവാൻ
ദൈവം കൊടുക്കുന്ന ജ്ഞാനമാണ് ഒരു സ്ത്രീക്ക് അത്യന്താപേക്ഷിതം. ജ്ഞാനത്തെക്കുറിച്ച് ആമേൻ നമുക്കറിയാം. ഒരു വലിയ നിരന്ന പട്ടിക തന്നെ ആമേൻ സദൃശവാക്യത്തിൽ അല്ലെങ്കിൽ നീതിമൊഴിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ ദാവീദായിരുന്ന ശലോമോൻ ദൈവത്തോട് ചോദിച്ചു. അവന് പണമോ സ്വത്തോ ഒന്നും അവൻ ചോദിച്ചില്ല. അവൻ ചോദിച്ചത് ഒന്ന് മാത്രമാണ്, ജ്ഞാനം. അതുകൊണ്ടാണ് ജ്ഞാനത്തോട് രാജ്യത്തെ ഭരിക്കുവാനിടയായത്. ഒരുപാട് പ്രശ്നങ്ങൾ ശലോമോനത്തിലേക്ക് വന്നപ്പോഴൊക്കെ നീതിയോടെ ചില കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നാമും ദൈവം തരുന്ന ജ്ഞാനത്തെ പ്രാപിപ്പാൻ നാം പ്രാപ്തരാകണം. യഹോവ ഭക്തി പ്രാപിച്ചുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിനു വേണ്ടി പ്രയോജിതരേ ആത്മാവിനെ കുറിച്ച് പറയുവാനിടയിൽ തീർന്നു. എല്ലാം പറയുമ്പോൾ സമയം ഒരുപാട് കടന്നു പോകും. അതുകൊണ്ട് ഈ നാളുകളിൽ യഹോവ ഭക്തി നമുക്ക് പ്രാപിക്കാം. ദൈവവചനം ധൈര്യമായി മറ്റുള്ളവരോട് പറയുവാൻ യഹോവ ഭക്തി നമുക്ക് ആവശ്യമാണ്. ജ്ഞാനത്തെ നമുക്ക് പ്രാപിക്കാം. കുടുംബത്തെ കെട്ടി എഴുന്നേൽക്കുവാൻ, അല്ലെങ്കിൽ സഭയെ, അല്ലെങ്കിൽ സമൂഹത്തിൽ, എല്ലാത്തിനും നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. ഈ നാളുകളിൽ ദൈവം നമുക്ക് ജ്ഞാനത്തെയും ആമേൻ യഹോവയുടെ ആത്മാവിനെയും തന്ന് ആമേൻ ധൈര്യമായി നടത്തട്ടെ. ആമേൻ ദൈവവചനം കേട്ട എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ ഇരുന്നുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന രാത്രി കാലത്തിനായി സ്തോത്രം. എൻ്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. അടിയനെ യഹോവ അനുഗ്രഹിക്കുമാ. നാളുകളിൽ കർത്താവിനോട് ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാം റെഡിയാക്കി വലിയവ ചെയ്ത് മഹത്വം എടുക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗീയ പിതാവാൻ ദൈവമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.